ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ X4 പുതിയതെടുത്തായിരുന്നു. നമ്മുടെ 1R അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ X4 അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ X4 വെച്ചിട്ട് ആദ്യമായിട്ട് എൻ്റെ മൈക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് വ്ളോഗിങ് ആണ് കേട്ടോ. അപ്പം ഇതിൻ്റെ വോയിസ് കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നുണ്ട്, മൈക്കുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം എത്രത്തോളം ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് നന്നായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. സംഭവം 1R ആണെങ്കിൽ നമ്മൾ ഇതിൽ വെച്ചിരിക്കുന്നത് അറിയ പോലുമില്ല. 1R ആകുമ്പോഴത്തേക്കും കുഞ്ഞു ക്യാമറ ഇല്ലേ, അപ്പോൾ നമുക്കിതിൽ വെച്ചിരിക്കുന്ന അറിയത്ത് പോലുമില്ല. പക്ഷേ ഇത് കുറച്ച് നീണ്ട് ബൾക്കി ആയിട്ടാണ് ഇരിക്കുന്നത്. സോ അപ്പോൾ ഹെൽമെറ്റിൽ നല്ല വെയിറ്റും ഫീൽ ചെയ്യുന്നുണ്ട്. ഹെൽമെറ്റിൽ നിന്ന് പൊക്കത്തിലിങ്ങനെ നീണ്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു വൃത്തിയുടെ ഒരു ഫീലിംഗ് ഉണ്ട്. കാരണം കുറച്ച് ബൾക്കിയാണ്. നമുക്ക് മോട്ടോ വ്ളോഗിങ്ങിന് ഇത് കറക്റ്റ് പറ്റിയ സാധനമല്ല X4 എന്ന് പറയുന്നത്. X2ഉം X3 ഒക്കെ പിന്നും കുറച്ചുകൂടെ ചെറുതാണ്. X4 വരുമ്പോൾ ഇത് നല്ല ബൾക്കിയാണ്. പിന്നെ ബാറ്ററി ബാക്കപ്പ് കൂടുതലാണ്. വലിയ ബാറ്ററിയാണ്. ഏകദേശം 2290 വരുന്നുണ്ട് ബാറ്ററി ബാക്കപ്പ് വരുന്നുണ്ട്. അത്രയും വലിയ ബാറ്ററി. പിന്നെ 8K സപ്പോർട്ട് ചെയ്യുന്നുണ്ട് റെസൊല്യൂഷൻ. പക്ഷേ ഞാൻ 8K അല്ല ഇപ്പം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് 5.7K പ്ലസ്സിലാണ് കേട്ടോ. സിമിലർ ടു 7K ആണ് എന്നാണ് അതിനെ പറയപ്പെടുന്നത്. 8K ഇടാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയൽ സൈസ് ഭയങ്കര ബിഗ്ഗാണ്. അപ്പോൾ ഒരു മോട്ടോ വ്ളോഗിങ്ങിനായിട്ട് ഒരു ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. ചെറിയ ഷോർട്സൊക്കെ എടുക്കാനായിട്ട് 8K നമുക്ക് ഷൂട്ട് ചെയ്യാം. അല്ലാത്ത പക്ഷം നമുക്ക് 5.7K 7K പ്ലസ്സിലൊക്കെ ഇട്ടെടുക്കുന്നതായിരിക്കും വൃത്തി കേട്ടോ. 8K വരുമ്പോഴത്തേക്കും 30 FPS തന്നെയാണ്. 5.7K പ്ലസ്സിൽ വരുമ്പോൾ 30 FPS തന്നെയാണ്. പക്ഷേ വെറും 5.7K വരുമ്പോഴത്തേക്കും നമുക്ക് 60 FPS കിട്ടുന്നുണ്ട്. 4K ആണെങ്കിൽ നമുക്ക് 100 FPS കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് എങ്ങനെ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഈ മവോണോയുടെ മൈക്കാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. X4 അഡാപ്റ്ററിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. മൈക്ക് അഡാപ്റ്റർ ഇല്ലാതെ നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ ഇപ്പം അങ്ങനത്തെ പരിപാടിയൊന്നും ഇപ്പോൾ നടക്കില്ല. അതിൻ്റെ അഡാപ്റ്റർ തന്നെ വേണം. അത് അവരുടെ ഒരു ബിസിനസ് തന്ത്രമാണ്. ഇതാണ് നമ്മുടെ മുതലപ്പൊഴിയാണ്. നമ്മുടെ വേളി ആയിട്ട് വർക്കല വരെ കണക്ട് ചെയ്യുന്ന ഒരൊറ്റ റോഡാണ് കേട്ടോ. ഈ റോഡ് അങ്ങനെ അറ്റം വരെയും കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരമൊക്കെ പോകാനൊക്കെ ഈ റോഡ് ഒറ്റ സ്ട്രൈറ്റ് റോഡ് പോകാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നല്ല രസമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ ഔട്ട്പുട്ടും ഓഡിയോ ഔട്ട്പുട്ടും ഒക്കെ വീട്ടിൽ പോയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാര്യം പറഞ്ഞ് അങ്ങനെ അങ്ങ് പോവാം. മണി 3 മണി അങ്ങോട്ട് ആയി കേട്ടോ. ഉച്ച കഴിഞ്ഞതോടെ റോഡിലെ തിരക്ക് കൂടിയിട്ടുണ്ട്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും വണ്ടികളെ തിരക്ക് കൂടിയിട്ട് വെയിലാകുമ്പോഴത്തേക്കും എല്ലാം ഇറങ്ങി. സാധനത്തിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഹെൽമെറ്റിൽ കറക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ക്യാമറയുടെ വെയിറ്റ് ഹെൽമെറ്റിൽ കറക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. സർവേ നടക്കുന്നു. സ്കൂൾ വിടണ സമയത്ത് ഇത് വഴി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഴഞ്ഞ് നീങ്ങാനേ പറ്റുള്ളൂ. 2 സൈഡിലും പിള്ളേർ നടന്നു പോവും. റോഡ് നടുക്കൂടാണെങ്കിൽ സ്കൂൾ ബസ്സും പോവും. അങ്ങനെ ഭയങ്കര തിരക്കാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്കൂൾ വിടുന്ന സമയത്ത് ഇത് വഴി പോകാനായിട്ട്. അണ്ണന്മാരെ അടിച്ച് കൊഞ്ചായി. ദുഷ്ടർ പോയി. ഇതാണ് നമ്മൾ 5 തെങ്ങക്കോട്ട. 5 തെങ്ങ് ഫോർട്ട്. അതൊരു കയറിയിട്ടില്ലേട്ടാ. അടുത്ത് കിടക്കണം. സ്ഥിരതൊഴി തന്നെയാണ് പോണത്. പക്ഷേ ഞാൻ കയറിയിട്ടില്ല. കയറാൻ ഇതുവരെ തോന്നിയിട്ടില്ല. അതാണ് സത്യം. അടിപൊളിയാണ്. പച്ച വെള്ളമോടെ കടലിൽ പച്ച കളർ വെള്ളം. സൂര്യൻ അവിടെ നടിച്ച് നോക്കുമ്പോഴത്തേക്കും പച്ച കളറായിട്ട് തോന്നണം. ഇതേ നോക്കൂ, പച്ച കളർ. ലക്ഷദ്വീപ് കടലിലെ പോലത്തെ കളർ ഏകദേശം. അതാണ് നല്ല രസമുണ്ട്. ഉച്ചക്ക് ചോറ് കഴിച്ചില്ല. നല്ല വിശപ്പുണ്ട്. വിശന്ന് വയറ് കാഞ്ഞു പോയി. ചോറ് കഴിക്കാം. വിശക്കടേ കടൽ ഒരു മഹാസംഭവം തന്നെ അല്ലേ. പിന്നെ
ഒരു കടൽ തന്നെയാണല്ലേ. തടത്തും പറയത്തില്ല, അതൊരു ഫസ്റ്റ് സീനിൽ പറയുമല്ലോ, കൊച്ചു പിള്ളേരായിരിക്കും അജു വർഗീസിൻ്റെ എപ്പോഴും കൊച്ചു പിള്ളേരായിരിക്കുമ്പോൾ ഉള്ളൊരു കോൺവെർസേഷൻ. ഇതാ കറക്റ്റ് നമുക്ക് കൊച്ചു ലൈറ്റ് ബ്ലൂ കളറ്, നല്ല കളർ. ഇന്നത്തെ കടലിലെ കളർ ഭയങ്കര ഒരു വ്യത്യാസമുണ്ട് കേട്ടാ. സാധാരണ എന്നും കാണണക്കല്ല, കളർ നല്ല ഒരുമാതിരി നീലയും പച്ചയൊക്കെ ചേർന്ന് ലക്ഷദ്വീപ് കടലിൻ്റെ കളറില്ലേ അതുപോലെ കിടക്കണം കേട്ടോ. നല്ല രസമുണ്ട്, നോട്ടീസിബിൾ ആണ്, പെട്ടെന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ. അങ്ങ് വെള്ളം ദൂരെ നിര പോകണം കേട്ടോ. കൊള്ളാം, ദൂരെ വെള്ളം ദൂരെ ദൂരെ വള്ളം പോകുന്ന. വണ്ടി നിർത്തി രണ്ട് സൈഡ് നോക്കാതെ വന്ന് കയറുന്നവരെ എനിക്കിഷ്ടമേ ഇല്ല. അതൊക്കെ നിർത്താനുള്ള മടിയായിരിക്കും എന്തോ, എനിക്കറിയില്ല. വളരെ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നൊരു ഒറ്റ കയറൊക്കെ. കൊച്ചുള്ളവരെയും കൊണ്ട് ഇങ്ങനെയാണോ റോഡ് ക്രോസ് ചെയ്യുന്നത്? അപ്പം ഇതാണ് എൻ്റെ എക്സ്പ്ലോർ വെച്ചിട്ട് എൻ്റെ മോട്ടോ വ്ളോഗിങ്ങിൻ്റെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് മനസ്സിലാവും. ഓഡിയോ ഞാൻ നെക്സ്റ്റ് ടൈം മൈക്ക് അഡാപ്റ്റർ വെച്ചിട്ട് വേറെ മൈക്ക് വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഈ മൈക്ക് കണക്ട് ചെയ്ത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. എൻ്റെ ഒണ്ണാറായിരുന്നപ്പോഴത്തേക്ക് എനിക്ക് അതിലങ്ങോട്ട് പറ്റിയിട്ടില്ല. പക്ഷേ ഇതിൽ കറക്റ്റ് സുട്ടാവുന്നുണ്ട്. വലിയ നോയ്സും കാര്യങ്ങളൊന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ ക്യാമറ എന്ന് പറയുമ്പോൾ മോട്ടോ വ്ളോഗിങ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റും. പക്ഷേ ആ ഒരു വെയിറ്റിൻ്റെയും ആ ഒരു നീട്ടത്തിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വലിയ ആണെങ്കിൽ സുഖമായിട്ട് മോട്ടോ വ്ളോഗിങ് ചെയ്യാം. 8K ഇട്ട് നമുക്ക് എപ്പോഴും റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. നല്ല ഹ്യൂജ് സ്പേസ് വരുന്നുണ്ട്. പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ആവും, നന്നായിട്ട് ഹീറ്റ് ആവും. 5.7 പ്ലസിലാണ് ഞാനിപ്പം എല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇനിയുള്ള കാഴ്ചകളൊക്കെ ഇതിൽ നിന്നായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.